മുൻകൂട്ടി തയ്യാറാക്കിയ ആ തിരക്കഥ പ്രകാരം ബി.ജെ.പി. പ്രവർത്തകർ ഇപ്പോൾ പാലക്കാട്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് അറിയാൻ സാധിച്ചില്ല ഇന്ന് പാലക്കാട് രാഹുൽ വരുമെന്ന്. അറിയുമായിരുന്നെങ്കിൽ രാവിലെ തന്നെ ഇവന്മാർ അവിടെ എത്തിയേനെ. ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ആളുകളെ തട്ടിക്കൂട്ടണം, ഓരോ സ്ഥലത്തു നിന്നും പ്രവർത്തകരെ ഒക്കെ എത്തിച്ച് പരമാവധി പ്രഹസനങ്ങൾ നടത്തുവാൻ ശ്രമിക്കുകയാണ്. ഒരു പരമാവധി ഒരു അരമണിക്കൂറുടെ ഇതുപോലെ കാറിക്കൂവി പ്രഹസനമൊക്കെ നടത്തും. ഇതിനെ പോലീസുകാർക്കും അറിയാം. അതുകൊണ്ട് ഇവർക്കൊന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കുവാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. അതിനെ ആരും വിമർശിക്കത്തില്ല, തടയത്തില്ല. അപ്രകാരം അവർക്ക് പ്രതിഷേധിക്കുവാനും വിമർശിക്കുവാനുള്ള ഒരു അവസരം പോലീസ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറുമ്പോൾ, അത് പൊതുജന ജീവിതത്തിന് ശല്യമാകുമ്പോൾ പോലീസുകാർക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അവർ കൃത്യമായി അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചപ്പോൾ പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ സ്ത്രീകളെയൊക്കെ ഇറക്കി, എവിടുന്നൊക്കെയോ കുറേ സ്ത്രീകളെ കൊണ്ടിറക്കി ഒരു പ്രകടനം നടത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഇവരുടെ നേരെ ഉയരുന്ന ചോദ്യം, നാണം കെട്ടവരെ, നിങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ് പ്രതിഷേധം നടത്തുന്നത്? കഴിഞ്ഞ 38 ദിവസം കാറിക്കൂവിയിട്ടും ഒരു പരാതിക്കാർ പോലും ഇല്ലാത്ത ഈ വിഷയത്തിൽ ആരാണ് പരാതിക്കാർ? ഇത്തരം ആരോപണം നടത്തിയവർ ആരാണെന്ന് പോലും തെളിയിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ നീയൊക്കെ കാറിക്കൂവിയിട്ട് വല്ല കാര്യവുമുണ്ടോ? നിന്റെയൊക്കെ നാണം കെട്ട പെണ്ണുപിടിയന്മാരായ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ കൂടെ പോയി ഓരോ തരേടകൾ കാണിച്ചിട്ടുള്ള ഓരോ പ്രവർത്തകരും ചിന്തിക്കുക, പിടിക്കപ്പെടാത്ത തെണ്ടിത്തരങ്ങൾ കാണിച്ച ഞങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനെന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക. ഇപ്പോൾ ഇത് മാധ്യമങ്ങളിലൂടെ 5 പൈസ മുടക്കില്ലാതെ കിട്ടുന്ന ഒരു മൈലേജ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചാപിള്ളയുടെ വളത്തിൽ താമര വിരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ചാപിള്ള കിട്ടിയിരുന്നുവെങ്കിൽ അതിൽ താമര വിരിക്കായിരുന്നു എന്ന ആഗ്രഹത്താൽ ഇറങ്ങിയ, ഒരു ഗർഭചിത്രം കിട്ടിയിരുന്നു എങ്കിൽ അതിൽ താമര വിരിക്കാവും എന്ന് കരുതിയിരുന്ന, ഒരു നല്ല പെണ്ണ് കേസുകളും വ്യഭിചാര കേസുകളും ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുതലാക്കി അതിൽ താമര വിരിക്കാം എന്ന് കരുതി ഇറങ്ങിയ പാവപ്പെട്ട ബി.ജെ.പി. പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. ഓർക്കുക, ഒരു ദേശീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടി കോടികളിറക്കി സ്പെഷ്യൽ ടീം വരെ തമ്പടിച്ച് 3-4 മാസം വർഗീയത ആളിക്കത്തിക്കാൻ നോക്കി, ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ നോക്കി. എന്തൊക്കെ പണികൾ, കോടികൾ, ശതകോടികൾ ആ മണ്ഡലത്തിലിറക്കി, എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന ആ മണ്ഡലത്തിലിറക്കി ഇവന്മാർ പണി ചെയ്തു. ഇത്രയും വർഷമായി സ്വാതന്ത്ര്യാനന്തര ശേഷം ബി.ജെ.പി. സർക്കാർ വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കാത്ത ഇവന്മാർ ഈ ഗർഭചിത്രത്തിൻ്റെ പേരിൽ ഒരു ചാപിള്ളയെ വളമാക്കി താമര വിരിക്കുവാൻ ശ്രമിക്കുന്ന ആ ദയനീയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ജനങ്ങളെ ഇവരോട് സഹതപിക്കുക. കാരണം ഇവർക്ക് മറ്റൊന്നും പ്രാപ്തിയില്ല. ഈ പാർട്ടിയിലെ തന്നെ തമ്മിലടിയും നേതൃത്വമില്ലായ്മയും കൊണ്ട് തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നമുക്കറിയാം ഇവന്മാർ എവിടുന്നെങ്കിലുമൊക്കെ ചില കിങ്ങിണികളെ വിലക്കെടുത്ത്, കൊള്ളാവുന്നവന്മാർ ഇവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഓരോ പാർട്ടികളിലെയും അറ്റം ചളങ്ങിയതും വാവില കടിച്ചതും അണ്ണാൻ ചപ്പിതുമായ അത്തരത്തിലുള്ള സാധനങ്ങളെയൊക്കെ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിന് നിർത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന ഈ പ്രസ്ഥാനം രാഹുലിനെ ഒരു വ്യഭിചാരിയാക്കി ചിത്രീകരിച്ച് രാഹുലിനെ നാണം കെടുത്തി എന്തെങ്കിലുമൊക്കെ മൈലേജ് ഉണ്ടാക്കാം, രാഹുൽ ഇല്ലാതായാൽ അവിടെ താമര വിരിയും എന്ന് പ്രതീക്ഷിച്ച് നടത്തുന്ന ആ പാവങ്ങളുടെ പട്ടിഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ജനങ്ങൾ ഓർക്കണം, ഇത് ജനാധിപത്യത്തെ താങ്ങി നിർത്തുവാൻ വേണ്ടി, താങ്ങി പിടിക്കുവാൻ വേണ്ടി നടത്തുന്ന സഹന സമരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണം. അങ്ങനെ ഈ പട്ടിഷോ കണ്ട് രാഹുൽ പേടിക്കുമെന്നും, രാഹുൽ അവിടെ നിൽക്കാതെ ഇന്ന് തന്നെ സ്ഥലം വിടുമെന്നും, ഇവന്മാരെ പേടിച്ച് രാഹുൽ രാജിവെക്കുമെന്നും, അപ്രകാരം രാജിവെച്ചാൽ
ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും ആ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ നിന്ന് നാണം കെട്ട് സ്ഥിരം ഒരു തോൽവി എന്ന പേരായ കൃഷ്ണകുമാറിനെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തീവട്ടിയോ നിർത്തി താമര വിരിയിക്കാമെന്നവർ കരുതുന്നു. ഈ ഗതികേട് നിങ്ങൾ കാണുക. ഈ ഗതികേട്, ഇത്തരം ശേഷിയില്ലായ്മ, ഇതുപോലെ വല്ലവൻ്റെയും അമേദ്യം തപ്പിപ്പോയി അതിനകത്ത് താമര കളിപ്പിക്കാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുന്ന ഇവരോട് ജനങ്ങൾക്കുള്ള ആ പരമപുച്ഛമാണ് രാഹുലിന് ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. അതുപോലും മനസ്സിലാക്കുവാൻ പ്രാപ്തിയില്ലാതെ ആ മണ്ഡലത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത സമൂഹദ്രോഹികളായ ജനജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ഇവരെ പോലീസ് എടുത്ത് ദൂരക്കളയുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് പാലക്കാട്ട് ഈ പറയുന്ന ചാപിള്ളയുടെ ഒരു ചാപിള്ളയെ കിട്ടിയിരുന്നുവെങ്കിൽ താമര വിരിക്കാമായിരുന്നു എന്നും പറഞ്ഞിറങ്ങിയ ആ BJP പ്രവർത്തകരുടെ ആ പ്രതിഷേധം കണ്ട ശേഷം നമുക്കിടനെ തിരികെ വരാം. നാട്ടിലെ നമ്മുടെ സോദരിമാരെ കണ്ണും കയ്യം കാണിച്ചിട്ട് കൈക്കലാക്കി പീഡിപ്പിക്കും നാണം കെട്ടൊരു MLA കഞ്ഞു പിഴിഞ്ഞൊരു കതാറുമിട്ട് കഞ്ഞു പിഴിഞ്ഞൊരു കതാറുമിട്ട് 32 പല്ലും കാട്ടി 32 പല്ലും കാട്ടി സോദരിമാരുടെ മാനങ്ങളെയും കോൺഗ്രസിന്റെ MLA പാലക്കാടിന് വേണ്ട രാജിവെക്കു പുറത്തു പോകും നാണോ മാനമുളപ്പുണ്ടെങ്കിൽ രാജിവെക്കു പോ പുറത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഗൂഗിൾ പേയും പോസ്റ്റുമിട്ട മെസ്സേജ് അയച്ച് സോദരിമാരുടെ നാണം കെടുത്തും MLA നമുക്ക് വേണ്ട ജയ് BJP കള്ളുകുട്ടിയും പെണ്ണുപിട്ടിയും കൈപ്പണിയാക്കിയ കോൺഗ്രസ് നാട്ടിലെ നമ്മുടെ സഹോദരിമാരെ കണ്ണും കയ്യും കാണിച്ചിട്ട് കൈക്കലാക്കി പീഡിപ്പിക്കും നാണം കെട്ടൊരു MLA കഞ്ഞു പിഴിഞ്ഞ കതറുമിട്ട് 32 പല്ലും കാട്ട് സോദരിമാരുടെ മാനം കളയാൻ കോൺഗ്രസിന്റെ MLA വേണ്ട പാലക്കാട്ടിന് വേണ്ട വാട്സപ്പും ഫേസ്ബുക്ക്
സഹോദരിമാരുടെ മാനം കെടുത്തും സഹോദരിമാരുടെ മാനം കെടുത്തും MLA നമുക്ക് വേണ്ടേ വേണ്ട MLA നമുക്ക് വേണ്ടേ വേണ്ട ജയ് ജയ് BJP ജയ് BJP കള്ളുകുട്ടിയും പെണ്ണുപിടിയും കൈപ്പണിയാക്കിയ കോൺഗ്രസ് നാട്ടിലെ നമ്മുടെ സഹോദരിമാരെ കണ്ണും കയ്യും കാണിച്ച് കൈക്കലാക്കി പീഡിപ്പിച്ച കണ്ടല്ലോ, BJP പ്രവർത്തകരുടെ ആ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഈ പ്രതിഷേധമൊക്കെ കണ്ട് രാഹുൽ ഭയന്ന് തിരികെ ഓടുമെന്നാണ് ഈ പാവങ്ങൾ കരുതുന്നത്. ഇവരുടെ ഗതികേട് എന്ന് മാത്രം നമുക്കത് ഈ കാര്യത്തിൽ പറഞ്ഞാൽ മതി. i2 ന്യൂസ് ആരംഭിച്ച മിഷൻ 60യുടെ 29ാം ദിനം രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇനിയും 31 ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ കരുതിയതുപോലെ അങ്ങനെ ഒറ്റയടിക്കൊന്നും പെട്ടെന്നൊന്നും ഇവന്മാർ നന്നാകുന്ന ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇപ്രകാരം ഒരു മിഷൻ 60 എന്ന് 60 ഡേയ്സ് സമയമിട്ടത്. ഈ 60 ദിനങ്ങൾ പിന്നിടുമ്പോൾ, ഈ 60 ദിനങ്ങളാകുമ്പോഴും രാഹുലിനെതിരെ ശക്തമായ വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മിഷൻ 210 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കുന്ന ഇവന്മാരെ സകലവന്മാരെയും ഇവരുടെ മണ്ഡലങ്ങളിൽ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ആ ക്യാമ്പയിൻ നമ്മൾ തുടരും എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എത്രയും വേഗം രാഹുലിനെ തിരികെ എടുക്കുക. രാഹുൽ വന്നു, അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ആഹ്ലാദിക്കാനോ സന്തോഷിക്കാനോ അഭിരമിക്കാനോ യാതൊരു വകയുമില്ല. കാരണം പാലക്കാട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കയറുക എന്നത് അതിനകത്ത് പ്രത്യേകിച്ച് പുതുമയോ അതല്ലെങ്കിൽ വലിയ അത്ഭുതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആവശ്യം എന്താണ്? പാലക്കാടുകാരുടെ ആവശ്യം എന്താണ്? ഇദ്ദേഹത്തിൻ്റെ ആ തിരികെ എടുത്ത പദവികൾ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന പദവി, അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ആ നടപടിയിൽ ഇവർ എന്ത് പ്രായശ്ചിത്തം ചെയ്യും എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഇവർ എന്ത് ജനങ്ങളോട് പറയും? പാലക്കാട്ടെ ജനങ്ങളോട് ഇവർ എന്ത് മറുപടി പറയും? ഈ 38 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ പരാതിയില്ല, FIR ഇല്ല, ഇവർക്ക് ചാർത്തുവാൻ ഈ ആരോപണങ്ങളല്ലാതെ, ഈ കേക്കച്ചൻ്റെ അളിഞ്ഞ ബോധ്യമല്ലാതെ വേറെ എന്തുണ്ട്? അതുകൊണ്ട് ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഇവന്മാർക്കൊരു വോട്ട് ചേർക്കുവാനുള്ള ശേഷിയില്ല. ഉള്ള വോട്ടുകൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് പേരാണ് ഈ പ്രസ്ഥാനത്തെ വെറുക്കുന്നത്. ഇത് ഉമിത്തി നീർന്നത് പോലെ നീറി വെന്ത് വെണ്ണീറാകുകയാണ് എന്ന യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുന്നില്ല. അത് അറിയാഞ്ഞിട്ടല്ല, അവർ ആഗ്രഹിച്ചതുപോലെ പോകുന്നതിൽ ഇവർ സന്തോഷിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഘടകകക്ഷികളെല്ലാം സന്തോഷത്തിലാണ്. അവർ LDFുമായി ഓൾറെഡി ഒരു ധാരണയുണ്ടാക്കി എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം നശിച്ച് UDF നശിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പറയുവാൻ ഒരു കാരണം സമയമാകുമ്പോൾ അവരുടെ ആവശ്യം എന്താണോ, അവർക്ക് UDFിനോട് പ്രത്യേകിച്ച് ഒരു മമതയോ ഒരു താല്പര്യമോ കാണിക്കേണ്ടുന്ന ആവശ്യമുണ്ടോ? അപ്രകാരം വലിയൊരു ഇമേജ് ഉള്ള ഒരു പ്രസ്ഥാനമൊന്നും അല്ല ഇന്ന് കോൺഗ്രസ്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന, കാരണം മറ്റൊരു 3ാം സ്ഥാനത്ത് എത്തുവാൻ ഈ BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ടേം പ്രതിപക്ഷത്തിരിക്കുന്ന ഇവർക്ക് എന്ത് ബാർഗൈനിങ് പവർ, എന്ത് ഇമേജാണുള്ളത്? കേക്കച്ചൻ എന്ന് പറയുന്ന ഒരുവനിലേക്ക് ഈ പ്രസ്ഥാനം ഒതുങ്ങിപ്പോയി. ഉള്ള കസേരമോഹികൾ തമ്മിലടിച്ച് ഈ പ്രസ്ഥാനം കൂടുതൽ പ്രസിദ്ധിയിലാകും. ഇവർക്ക് ഒരു കാരണവശാലും മുന്നോട്ട് വരണം,
കൊണ്ടുപോകുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി, ഇതിലും ഭേദമാണ് LDF എന്ന് മനസ്സിലാക്കി അവർ അതിലേക്ക് പോകുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നമുക്ക് വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, NSSന്റെ പെരുന്നാപ്പോപ്പ് കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ ഓർക്കുക എത്ര നായന്മാരാണുള്ളത്. ഈ അധികാര കസേരയ്ക്കായി കിടന്ന് കടിപിടി കൂട്ടുന്ന ഈ നായന്മാർ, പറവൂർ നായരൊരുത്തൻ, മാവേലിക്കര നായരൊരുത്തൻ, ആലപ്പുഴ നായരൊരുത്തൻ, അങ്ങനെ എത്രയോ നായന്മാർ. ഒരു നായന് വേറൊരു നായനെ കാണാൻ പാടില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. സമുദായത്തിൻ്റെ പെരുന്നാപ്പോപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തിലേക്ക് ആ സമുദായവും കൃത്യമായി ചായുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണിത്. വെള്ളാപ്പള്ളി, ഈഴവന്മാരാരും ഇയാളുടെ വാക്കുകൾക്ക് പുല്ലുവില കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ഐക്കൺ, അതായത് ഒരു ഈഴവ സമുദായത്തിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ വെള്ളാപ്പള്ളിയും ഞങ്ങളുടെ പക്ഷത്താണ് എന്ന ഒരു ശക്തമായ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ഏക എടുത്തു പറയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി തന്നോടൊപ്പമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ പിണറായിക്ക് സാധിച്ചു എന്നതാണ്. അങ്ങനെ ഈഴവ സമുദായവും നായർ സമുദായവും ഇപ്പോൾ ആ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്ന ഒരു പ്രതീതി നമുക്കിപ്പോൾ ഉണ്ടാകുന്നു. അതുപോലെ ക്രൈസ്തവ സഭകൾ തന്നെ കഴിഞ്ഞ ദിവസം ക്ലീമീസ് ബിഷപ്പ് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ ഈ വി ഡി സതീശനെ അപമാനിച്ചിരുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കുന്നത് നിങ്ങളൊക്കെ തന്നെയാണ്, ജനങ്ങൾക്ക് നിങ്ങളെയൊക്കെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജീവൻ പോയാലും എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാകില്ല എന്ന മട്ടിൽ സ്വയം നശിക്കുവാൻ തീരുമാനമെടുത്ത് നടക്കുന്ന ഈ പ്രസ്ഥാനത്തെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരുന്നു. കേക്കച്ചൻ അത് കേട്ട് ആ മറ്റേ ചിരിയൊക്കെയായി വേദിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു മനസ്സിലാക്കാം, കൃത്യമായ ഒരു പോളറൈസേഷൻ. ക്രൈസ്തവ സമുദായമായിക്കോട്ടെ, നായർ ഈഴവ സമുദായമായിക്കോട്ടെ, ഇപ്പോൾ ഒരു ഇടതുപക്ഷത്തേക്ക് ഒരു ചായ്വ് ഉണ്ടാകുന്നു. ഇതെല്ലാം ഇനിയും ഇവന്മാർ വരാനുള്ള സാധ്യതയില്ല. ഈ നാണം കെട്ടവന്മാരെ വിജയിപ്പിച്ചു വിട്ടാൽ ഇവന്മാർ തമ്മിലടിച്ച് തീരത്തേ ഉള്ളൂ എന്ന് സ്വന്തം സമുദായാംഗങ്ങൾക്ക് പോലും തോന്നിത്തുടങ്ങിയതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ മാറ്റങ്ങൾ. അപ്പോഴും കേക്കച്ചൻ ചിരിക്കുകയാണ്. കാരണം എങ്ങനെ വീണാലും കമ്പനിക്ക് എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഈ പ്രസ്ഥാനം പരാജയത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷത്തെ തന്നെ ഇരിക്കാം. ഇപ്പോൾ ഇരിക്കുന്ന പോലെ പിണറായിയുടെ ഈ സർക്കാരിൻ്റെ സകല കള്ളത്തരങ്ങളുടെയും കമ്മീഷൻ അടിച്ച് സുഖമായി ജീവിക്കാം. കസേര ഏതായാലും കസേര കളിക്ക് വേണ്ടി കുറേ എണ്ണം നിപ്പുണ്ട്, അതുകൊണ്ട് തനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആ ജട്ടി വിപ്ലവം എങ്ങനെയെങ്കിലും വിജയിപ്പിച്ചാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത്തരം നാറിയ വിഷയങ്ങൾ ആളിക്കത്തിച്ച് നിർത്തി ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയാൽ തനിക്ക് താൻ ആ മേടിച്ച പണത്തിൻ്റെ കറക്റ്റ് ഒരു പ്രത്യുപകാരം കിട്ടും എന്ന പ്രതീക്ഷയിൽ കേക്കച്ചൻ പോവുകയാണ്. നമുക്കിനി i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് തിരികെ എത്തി എന്നറിഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കാം. പ്രേക്ഷകരെ, നിങ്ങൾക്ക് i2i ന്യൂസിലേക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാൻ വിളിക്കാവുന്നതാണ്. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കും. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണം കേട്ട ശേഷം കൂടുതൽ പാലക്കാടൻ വാർത്തകളുമായി ഉടൻ മടങ്ങി വരാം. എന്റെ പേര് രവീന്ദ്രൻ, ഞാൻ തിരുവല്ലായിന്നാണ്. രാഹുൽ പാലക്കാട് എത്തി. ഞാൻ മിനിഞ്ഞാന്ന് മുതലേ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം എത്രയും വേഗം പാലക്കാട് പുള്ളിയെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കണം. ആദ്യമായിട്ട് ഒരു MLA എന്ന് പറയുമ്പം സാധാരണ വീട്ടിലെ എല്ലാവരോ അതൊക്കെ PD സതീശനോ ഉണ്ടാക്കി കൊടുത്ത ഒരു പോസ്റ്റ് അല്ലത്. ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, ജനങ്ങൾ അറിഞ്ഞു വോട്ട് ചെയ്ത്, സാധാരണ ഭൂരിപക്ഷമല്ല, അതിനേക്കാൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു യുവ നേതാവാണ്. അപ്പൊ അദ്ദേഹം എത്രയും വേഗം ജനങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കേസില്ല, ഒരു FIR ഇല്ല, ഒരു പോലീസ് സ്റ്റേഷനിലെങ്ങും ഇല്ല. നിരപരാധിയെ വേട്ടയാടുന്നതാണല്ലോ ചില മാപ്പിളകളുടെ മെയിൻ തൊഴിൽ. അതിന് അവരുടെ പാർട്ടിയിലുള്ള ഒരു മെയിൻ PD സതീശൻ തന്നെ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പിന്നെ എങ്ങനെ ഈ കോൺഗ്രസ് നന്നാവും? ഈ ചെറുപ്പക്കാരെയെല്ലാം നിർത്തിക്കൊണ്ട് ഇന്ന്
കോൺഗ്രസ് മുന്നേറിയാൽ വിജയം നിഷ്പ്രയാസം അവരുടെ കയ്യിൽ കിട്ടും. പക്ഷേ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയെ തകർക്കാനായിട്ട് ഇവർ പല പണിയും സാറ് പറഞ്ഞിരിക്കുന്നതാണ്. അതിനകത്ത് സത്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഈ I2I ന്യൂസ് ഈ ചാനൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നോ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ രാഹുൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊന്നും ജനങ്ങൾ അറിയത്തില്ലായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതാര്, ഇതിന്റെ പിന്നിൽ എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിച്ചത്, ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് വേട്ടയാടുന്നു. ഇദ്ദേഹം ചാനൽ ചർച്ചകൾ തുടക്കം മുതൽ വരുമ്പോഴേ ഞങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ കഴിവുള്ളവരെ കഴിവിനെ നമ്മൾ എങ്ങനെയായാലും അപ്രീഷിയേറ്റ് ചെയ്യണം. അതൊരു പാർട്ടിയിൽ അവര് തന്നെ അയാളെ അടിച്ചു കൊടുക്കാൻ പിന്നെ എങ്ങനെ ജനങ്ങൾ ഈ പാർട്ടിയെ വിശ്വസിക്കും? അതുകൊണ്ട് ഞാൻ ഇന്നലെ അദ്ദേഹം പറഞ്ഞായിരുന്നു പാലക്കാട്ടേക്ക് ശനിയാഴ്ച എത്തുമെന്ന് പറഞ്ഞ് രാവിലെ എത്തിയില്ല. ഒരു പക്ഷേ സീനിയേഴ്സിനെ എല്ലാം ധിക്കരിച്ചുകൊണ്ട് പോകണ്ടെന്നൊക്കെ ഒരു വല്ല സൈഡിൽ നിന്ന് കിട്ടിയ അഭിപ്രായം കൊണ്ടാണോ പോകാതിരിക്കുന്നത് എന്നും സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഒരു കണക്കിൽ നോക്കിയാൽ അതും ശരിയായിരുന്നു. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നു, അതായത് നിയമസഭയിൽ പോയി അത് ചെന്നു. അവിടെ VD സതീശൻ ആക്ച്വലി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അയാൾ എന്തൊക്കെയാ പറയുന്നത്? ആക്ച്വലി അയാളാ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വെറുക്കപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ന് വരെ നമ്മുടെ കേരള നിയമസഭയിലും കണ്ടിട്ടില്ല. ഒരു പാർട്ടിയിലെ ഉദിച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരനെ, അതും അത് MLA ആണ്, വെറും ഒരു പോസ്റ്റിലോ DCC പ്രസിഡന്റോ ഒന്നുമല്ല, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ എന്റെ മനസ്സ് ആഗ്രഹിച്ചു, ഇദ്ദേഹം എത്രയും വേഗം പാലക്കാട്ടൊന്ന് ചെന്ന് ജനങ്ങളെ ഒന്ന് കാണുകയാണെങ്കിൽ ജനങ്ങളുടെ ആ വിശ്വാസം ഉയരും. പിന്നെ ജനങ്ങൾ നോക്കിക്കോളും. കാരണം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ശിക്ഷ കിട്ടിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. കുറ്റം ചെയ്ത് എത്രയോ പേര് മറ്റു പാർട്ടികളിൽ വെറുതെ നിയമസഭയിൽ വന്നിരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ ചേർക്കാൻ നമ്മുടെ കോൺഗ്രസിലെ ആൾക്കാർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എല്ലാവരും ഈ കോൺഗ്രസിന്റെ മെയിൻ കുഴപ്പം, ഞാനൊരു കോൺഗ്രസ്സാണ്, ഞങ്ങളുടെ കുടുംബം, എന്റെ കുടുംബത്തിൽ തന്നെ 40 വോട്ടോളമുണ്ട്. ഈ കോൺഗ്രസിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അധികാരമോഹികളാണ്. ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക് നിന്നിട്ട് പാർട്ടിയെ വിജയിപ്പിച്ചെടുക്കാദ്യം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അധികാരം ഷെയർ ചെയ്യുക. തുടക്കം മുതലേ ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകാതെ എങ്ങനെ വോട്ട് ചെയ്യും? അതൊക്കെയാണ് പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ കുറെ ചെറുപ്പക്കാരുണ്ട്. ഇവർ ആ ചെറുപ്പക്കാരെ കൊണ്ട് മുന്നിൽ നിർത്തുക. രാഹുലെ, ഷാഫി പറമ്പിലെ, പിന്നെ അങ്ങനെ പാലക്കാട്ടെ MP, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. കാരണം കേരളം മടുത്തു. കേരളത്തിലെ ജനങ്ങൾ ഈ ഭരണം മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുണ്ട് കേരളത്തിൽ നിന്ന്? ഞങ്ങളൊക്കെ 14 വർഷം വെളിയിലായിരുന്നു. വീണ്ടും കേരളത്തിൽ 2018 വന്നിവിടെ സെറ്റിലാവുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നുമില്ല. ഒരു ഹയർ സ്റ്റഡീസിനോ ഒരു ജോലിക്കോ ഒന്നിനും ഒരു സൗകര്യമില്ല. മറ്റ് ചാനലുകാരെ എന്തെങ്കിലും പബ്ലിക്കിന്റെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? വിലക്കയറ്റമോ അല്ലെങ്കിൽ GST വലുതായി അതായത് ജനങ്ങളുടെ ഒരു കാര്യം ചർച്ച ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിലാണ് സുനിൽ സാറിനെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. സത്യം നടക്കുന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം. ഇത്രയും ഒരു ചാനൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ലായിരുന്നു മാഡം. ഇന്നിപ്പോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കേക്കച്ചൻ രാജിവെക്കണോ? തീർച്ചയായിട്ടും രാജിവെച്ച് അദ്ദേഹത്തിന് ഈ പാർട്ടി ഇന്ന് പുറന്തള്ളണം. ഇല്ലെങ്കിൽ അടുത്ത നിയമസഭയ്ക്ക് സീറ്റ് കൊടുക്കരുത്. സീറ്റ് കൊടുത്താൽ തോൽപ്പിക്കണം. എങ്കിലേ അറിയത്തുള്ളൂ ഒരാളുടെ വേദന. ഈ രാഹുൽ എത്ര വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജും ജനങ്ങളല്ലേ എല്ലാം. ഒരു സിനിമ ആണെങ്കിൽ തന്നെ ജനങ്ങളില്ലെങ്കിൽ സിനിമ വിജയിക്കുമോ? ജനങ്ങളെ ഇഷ്ടമായത് കൊണ്ടല്ലേ അവർ വോട്ട് ചെയ്യുന്നത്. അപ്പം എന്തൊക്കെ വൃത്തിയുടെ അയാൾ വിളിച്ച് പറഞ്ഞ അലയടിക്കുന്ന പോലെ കേരളം മുഴുവൻ ഇളകി വന്നു കഴിഞ്ഞാലും ഞാൻ എന്തോന്ന് തീരുമാനം? എന്ത് കുറ്റമാ പയ്യൻ ചെയ്ത്? അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഈ സതീശനെ വെറുത്തു കഴിഞ്ഞു. അദ്ദേഹം ഈ നിയമസഭയിൽ കിടന്ന് കുറെ വാചകം അടിക്കുന്നതല്ലാതെ വെളിയിൽ വന്ന് ഈ ഗ്രൂപ്പിന്റെ കൂടെ ഒരു സമരത്തിന് പോവോ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കോ ഒന്നുമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ല, ഒരു കാര്യം അവർ ടേക്കപ്പ് ചെയ്യത്തില്ല. ഈ പോലീസ് മർദ്ദനം 2 ദിവസം അവിടെ സമരം എഴുതി എല്ലാരും പോയി. പിന്നെ ഇതെങ്ങനെ? ജനങ്ങൾക്കൊരു വിശ്വാസം വരണ്ടേ? നമ്മൾ വോട്ട് ചെയ്യാൻ പോയമ്മ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വേണ്ട. ജനങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് അഡ്രസ് ചെയ്യണ്ടേ നിയമസഭയിൽ?
ഇയാൾ ഒറ്റ അടിക്കാൻ ഷോ കാണിക്കുക, അനന്തര പിണറായി ആകാൻ ശ്രമിക്കുക. ഇയാള് ജനങ്ങൾ പണ്ടത്തെ പോലല്ല, വിഡ്ഢികളല്ല. എല്ലാവർക്കും മനസ്സിലായി സംഗതി. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ഈ പാർട്ടി മുന്നോട്ട് വരണം. ഈ ഇന്റേണൽ ഫൈറ്റ് ഇവർ നിർത്തണം. ഒന്നാമത്തെ കാര്യം 10, 50, 60 വർഷം പ്രവർത്തിച്ചവരൊക്കെ പുറകിൽ നിൽക്കട്ടെന്നേ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു മൂത്ത മകൻ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും 80 വയസ്സായ അച്ഛൻ തന്നെ മുന്നേ നിൽക്കണമെന്ന കാര്യം ശരിയാണോ? അല്ലല്ലോ. അങ്ങനെയുള്ള ശാഠ്യം പിടിക്കരുത്. കഴിവുള്ളവർക്ക് കൊടുക്കണം. പിന്നിൽ നിൽക്ക്. അങ്ങനെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, എന്നോട് ചോദിക്കും, ഞാൻ പറയാം. വിത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, പറഞ്ഞു കൊടുക്കുക. മുന്നേ നിർത്തി ഇവരെ നയിക്കാൻ ഇവരെ വിട്. എന്തൊരു കഷ്ടമായത്. ആക്ച്വലി സുനിൽ സാർ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങള് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോയി ഈ സംഗതികളുടെ. കാരണം വേറൊരു ചാനലും സത്യം വരുന്നില്ല. അതുകൊണ്ട് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ജഗൻ രാജിവെക്കണം തന്നെയാണ്. എന്റെ പേര് രമേശൻ, സ്ഥലം പൂരുട്ടമ്പലം, തിരുവനന്തപുരം. എനിക്ക് വയസ്സ് 71. ഇന്ന് വരെ കോൺഗ്രസ്സുകാരനാണ്. എന്നാലും ഒരു കാര്യം പറയാതിരിക്കൂല, സതീശൻ പന്നീര മോനെ അതിന് ചവിറ്റുകൂട്ടയിലെടുത്ത പോലെ സംവിധാനം ഉണ്ടോ? രാവിലെ കയറിയതിൽ വളരെ സന്തോഷം. ഞാൻ അതാണ് പറഞ്ഞത്, ഇത്രയും വർഷമാണ് ഈ കോൺഗ്രസ് വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല, വോട്ട് ചെയ്യാൻ പോകത്തുമില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്തായാലും രാഹുൽ കയറിയതിൽ ഇനി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. ആ നായെ എങ്ങനെയെങ്കിലും വിളിച്ചാടിക്കാനുള്ള സംവിധാനം അവനെ പന്നിയെ പയർത്തി മറ്റ് വിളികളാണ് സംവിധാനം ഉണ്ടാക്കി തന്ന വലിയ ഉപകാരം. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്, സീനത്ത് നിന്നാണ്. രാഹുൽ മാങ്കൂട്ടം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. എനിക്കെന്താ രാഷ്ട്രീയമൊന്നും വലിയ ഇതില്ല, പക്ഷെ എന്നെ കൊണ്ട് ദൈവം അങ്ങനെ പറയിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ശരിയായില്ല. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവാറുണ്ട്. ഇവിടെ ഭയങ്കര പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. അപ്പൊ സുനിൽ സാറിനോട് അതൊന്ന് പറയാൻ വേണ്ടിയാ. എനിക്ക് സുനിൽ സാറിനെ എപ്പോ കിട്ടും, എനിക്കൊന്ന് സുനിൽ സാറിന്റെ അടുത്ത് സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാ. സാറിന്റെ ചാനലിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് സാധാരണക്കാരായ ഞങ്ങളെ പോലെയുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനൊക്കെ പറ്റിയത്. അതിനൊക്കെ അവസരം ഒരുക്കി തന്നതാണ് ഈ i2i ന്യൂസ് ചാനൽ. ആ ചാനലും ഞാൻ എന്നെ കൊണ്ട് പറയും, ഞാൻ പറയണേ ആ ചാനൽ ഇനി നന്നായി ഉയരും. ഞാൻ പറയുന്നതല്ല, എന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നതാ. അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ശരിയാവാറുണ്ട്. അപ്പൊ സാറിനും എനിക്ക് കുറെ നന്ദി പറയാനുണ്ട്. എനിക്ക് അന്ന് സാറിനോട് പറഞ്ഞായിരുന്നു, സസ്പെൻഡ് ചെയ്ത 3-ാം നാള് എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി. ആദ്യമായിട്ട് ഞാൻ വിളിച്ചു. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഇത് യേശുക്രിസ്തുവിനെ കല്ലെറിഞ്ഞ പോലെ ക്രൂശിക്കപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടം. ഇത് യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പോലെ ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ 3-ാമത് സാറിനെ വിളിക്കുന്നത് ഇനി ഇതിന് ശേഷമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക ഇവിടെ. സാറേ, ഞാൻ പത്തനംതിട്ട നിന്ന് വിളിക്കുകയാണ്. തങ്ങളുടെ മിക്കവാറും എല്ലാ വീഡിയോസും കാണാറുണ്ട്. രാഹുലിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു ബിഗ് സല്യൂട്ട്. ചത്തുകിടന്ന കോൺഗ്രസിന് പുതുജീവൻ നൽകിയവരാണ് രാഹുലും ഷാബിയും മറ്റ് യുവ നേതാക്കളും. അത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് 64 വയസ്സുള്ള ഒരാളാണ്. ഇപ്പോൾ വളരെ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ. അതിന് കാരണക്കാർ വി.ഡി. സതീശൻ, ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ. 10 വർഷം യുവന്മാർ ചൊറിയും കുത്തി ഇരുന്ന് പോരെ. പാർട്ടിയെ നശിപ്പിക്കുന്ന യുവന്മാരെ എല്ലാം ഇലക്ഷനിൽ ജനങ്ങളാണ് തോൽപ്പിക്കേണ്ടത്. അതാണ് വേണ്ടത്. കഴിവുള്ള പിള്ളേർ കയറി വരാൻ യുവന്മാർ ഇരിക്കുന്നിടത്തോളം കാലം നടക്കത്തില്ല. കേരളം രക്ഷപ്പെടാൻ യുവന്മാർ സമ്മതിക്കത്തില്ല. ഈ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്നത് ജനങ്ങളല്ല, നേതാക്കന്മാരാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.